ഇതാട്ടോ ഇവിടുത്തെ ബീഫ്. ആ കളറ് നോക്കിയേ, എന്റെ പൊന്നെ. എങ്ങനെയുണ്ട് ഗായ്സ്? നമ്മളിപ്പോ 5ാം മാസത്തിന്റെ സ്കാനിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇന്നാണത്. നല്ല മഴ കേട്ടോ പുറത്ത്. ഫുൾ ഇന്ന് ഗവൺമെന്റ് അവധിയാണ് എല്ലായിടത്തും ഈ മഴ കാരണം. അത്രയ്ക്ക് മഴ കേട്ടോ. നമ്മളിന്നലെ മൈസൂരൊക്കെ പോയി വന്നപ്പോഴൊക്കെ അവിടെയൊക്കെ ഫുള്ള് റോഡ് അടക്കം മുങ്ങി കിടക്കായിരുന്നു. അപ്പൊ ഇന്ന് 5ാം മാസത്തെ സ്കാനിങ് ആണ്. നമുക്ക് ഈ സ്കാനിങ്ങിൽ ഏറ്റവും അല്ലേ കുറെ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ സ്കാനിങ്ങിൽ അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറച്ച് ടൈം എടുക്കുന്ന അല്ലേ. നോർമലി ഉള്ള സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വരില്ല. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നോക്കും, ബോഡി ഫുള്ള് നോക്കും, എല്ലാ വളർച്ച കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു സ്കാനിങ് കേട്ടോ. അനോമലി സ്കാൻ. അപ്പോ എക്സൈറ്റഡ് ആണ് അല്ലേ. ഇന്ന് ഞങ്ങള് വീഡിയോ കാണിക്കാൻ പറ്റുമോ നോക്കാട്ടോ. എന്തായാലും അത് ആദ്യം അകത്ത് കയറാൻ പറ്റുമോ, ആദ്യം എനിക്ക് അകത്ത് കയറാൻ പറ്റുമോ നോക്കണം. എന്നിട്ട് വേണം ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അകത്ത് കയറി എടുത്തു. ഇപ്രാവശ്യം നമുക്ക് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ ആണ്. ഇപ്പൊ ടൗണിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് മഴയും ഫുള്ള് ബ്ലോക്ക് എല്ലാം കൂടി. ഇന്ന് രാവിലെ തൊട്ട് മഴ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്താവും അറിയില്ല. ഇവിടെ തന്നെ ഇപ്പൊ ഇത്ര റോഡിലൊക്കെ ഇച്ചിരി വെള്ളം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ എന്താ അവസ്ഥ നോക്കാം അല്ലേ. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് കുറച്ച് ഭാഗങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് ഈ റിസൾട്ടുമായിട്ടൊന്ന് ഗായ്സ് അങ്ങനെ നമ്മുടെ സ്കാനിങ് കഴിഞ്ഞു. ഇപ്പൊ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. രാവിലെ ഇറങ്ങിയതാണ്. 11 മണിക്ക് നമ്മൾ കയറിയതാണ് അവിടെ. ഭയങ്കര തിരക്ക്. 2 ഡോക്ടേഴ്സ് അവധി ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും സ്കാനിങ് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ അവിടെ പോയിട്ട് മുട പിടിച്ച് ഇല്ലെങ്കിൽ ബില്ല് എന്തൊക്കെ ഞങ്ങൾ പോവാന്നുള്ള രീതിയിൽ 11 മണിക്ക് പോയിട്ട് 3 മണിക്കാണ് നമ്മുടെ സ്കാനിങ് നടക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. എല്ലാം കുട്ടി ഹെൽത്തി ആണ്, വെയിറ്റ് ഒക്കെ ഓക്കെ ആണെന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പൊ അതൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ട് ഞാൻ നൈസിൽ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു സിസ്റ്റർമാർന്നൊരു സുഖമില്ല കേട്ടോ. ഹോസ്പിറ്റലൊക്കെ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു മഴയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായില്ല ഇന്നത്തെ സ്കാനിങ്. സാധാരണ സ്കാൻ ചെയ്യുന്ന അവിടെ നല്ലായിരുന്നു കേട്ടോ. കറക്റ്റ് നമുക്ക് കാണിച്ച് കുറെ പറഞ്ഞൊക്കെ തരുമായിരുന്നു. അന്ന് ഞാനൊരു റെസ്പെക്ടില് വീഡിയോ ഒന്നും എടുത്തില്ല. കൈ കാലെന്നൊക്കെ കാണിച്ച് ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവര് 5ാം മാസത്തെ സ്കാനിങ് എന്ന് വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇവിടെ കാണിച്ചു എന്നോട് കുറെ നേരം പുറത്ത് ലാസ്റ്റ് ആണ് എന്നെ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നമ്മള് നല്ല വിശപ്പുണ്ട്. ഇനി നേരെ നമ്മള് വീടിന്റെ അടുത്തൊന്നുമല്ല, ഇതിപ്പോ ഒരു 10-15 കിലോമീറ്റർ അപ്പുറം പോയിട്ട് നമ്മള് ഫുഡ് കഴിക്കണം. അവിടുത്തെ നല്ലൊരു ബീഫ് പൊറോട്ടയൊക്കെ കിട്ടുന്നൊരു സ്പോട്ട് ഉണ്ടോ, കിട്ടിയാൽ മതി. വയനാട്ടുകാർക്ക് അറിയാം 6-ാം മൈലില് ബീഫും പൊറോട്ടയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതേപോലെ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന് കഴിച്ചപ്പോ അതുവരെ ഇവക്ക് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഞാൻ മുന്നേ ഒരാട്ടം കഴിച്ചപ്പോ എനിക്ക് വലിയ ഇഷ്ടം വലിയതായിട്ട് തോന്നിയില്ല. പക്ഷെ ലാസ്റ്റ് കഴിച്ചപ്പോ എന്റെ മോനെ അതിന് വേണ്ടി വിശപ്പ് സഹിച്ചപ്പോൾ ഇവിടുന്ന് അവിടെ വരെ വരെ പോവാട്ടോ. 10 കിലോമീറ്റർ. മഴയാണെങ്കിൽ പെരും മഴ തോർന്നിട്ടില്ല കഴിഞ്ഞ 2 ദിവസം മഴ. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പൊ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഷോപ്പ്. ചെറിയ ഷോപ്പാണ്, പക്ഷെ നല്ല തിരക്കും ഉണ്ടാവും. നല്ല ഫുഡാണ് കേട്ടോ. ഇത് റോഡ് സൈഡിലാണ്. ഭയങ്കര ഫേമസ് ആകണ്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ വരുന്നത് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിട്ടാണ്. വേൽ 47. പക്ഷെ ഇപ്പൊ എല്ലായിടത്തും സെക്കൻഡ് വണ്ടികളൊക്കെ ആയതുകൊണ്ട് എവിടുന്നാന്നും അറിയാൻ പറ്റില്ല. നമ്മള് തലശ്ശേരിയില്ലേ, തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ട് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി തന്നെ. ഗൈസ് പൊറോട്ട ഇല്ല ഗൈസ്, പകരം പത്തിരി ആയി. പത്തിരി ഉണ്ട്, കപ്പയുണ്ട്, ബീഫുണ്ട്, ബോട്ടി ഉണ്ട് അല്ലേ. അപ്പൊ തൽക്കാലം ഇതും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ പൊറോട്ടയും ബീഫിന്റെ അത്രയും വരുന്നല്ലേ എൻ്റെ മോനെ, സീൻ സാധനം. ഇതാട്ടോ ഇവിടുത്തെ ബീഫ്. ആ കളറ് നോക്കിയേ, എൻ്റെ പൊന്നെ. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ ഞാൻ നല്ല ചളുകളി കട്ടെടുത്ത്
ഞാൻ പൊന്നെ ഗായ്സ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഒരു കണക്കിന് ഇതാ വണ്ടീൻ്റെ കോലം നോക്കിയ ഫുള്ള് ചളിയാട്ടോ, ഒരു രക്ഷയില്ല. എറണാകുളം മുതൽ നമ്മൾ മൈസൂറൊക്കെ ഓടി വന്നപ്പോഴത്തേനും ഫുള്ള് ചെളിയായി ഈ കോലമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് വാഷ് ചെയ്യണം, വാഷ് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.